ഹലോ, അപ്പോൾ നമ്മളിന്ന് എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓണപരിപാടി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ താമരശ്ശേരിയുള്ള കോപ്പർ കിച്ചണിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ട് സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കറികളൊക്കെ നമുക്ക് ഒരു വിധം നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാമ്പാർ കുറച്ചുകൂടി ഒന്ന് അവർക്ക് നന്നാക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. പിന്നെ പായസമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പാർസലിൻ്റെ സൗകര്യം കൂടെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 320+ ടാക്സ് ആയിരുന്നു തോന്നുന്നു അവിടെ ഇരുന്ന് കഴിക്കുന്നതിന്. പാർസൽ എനിക്ക് തോന്നുന്നു 380+ ടാക്സോ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാട്ടോ തോന്നുന്നത്. പിന്നെ 2 ദിവസമായിട്ടായിരുന്നു അവിടെ നമുക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാർസൽ സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പാർസൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഭക്ഷണം വിളമ്പിക്കുന്ന സമയത്താണെങ്കിലും അവർ ഒരു ആക്റ്റീവ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളി വെറൈറ്റി വേറെയും കുറേ അധികം ഫുഡ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയത് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ നമുക്ക് ഫുഡൊന്നും പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ പിന്നെ സദ്യ കഴിച്ച് അവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ സദ്യയിൽ കുറേ അധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറിൻ്റെ കാര്യം, അതുപോലെ തന്നെ പായസം, നമ്മുടെ പാലട പായസമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പാകത്തിന് മധുരമൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സംഭവങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്നല്ല, നിങ്ങൾ വേറെ എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. പിന്നെ നിങ്ങൾ ഓണം ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഓണം എത്രത്തോളം അടിപൊളിയായിട്ട് ആഘോഷിച്ചോ, നിങ്ങളെ പൂക്കളം എത്രത്തോളം നിങ്ങൾക്ക് മനോഹരമാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരുടെയും ഓണം അടിപൊളിയായിട്ട് സെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആയ സമയത്തെല്ലാവരും ചിലപ്പോൾ സ്വന്തം വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവിൻ്റെ വീടുകളിലൊക്കെ ആയിരിക്കാം മേ ബി എല്ലാവരും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഒരു കേരളീയരുടെ ഒരു ഉത്സവമായിട്ടാണ് നമ്മളെല്ലാവരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഓണപ്പരിപാടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ സാരി എടുത്ത് പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് പോവുക, അല്ലെങ്കിൽ ധാവണിയൊക്കെ എടുത്ത് പോകുന്നതൊക്കെ നമുക്കൊരു